ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഭാരതീയരുടെ വികാരങ്ങളെ മനസ്സ് തുറന്ന് എഴുതാൻ ഒരു അവസരമൊരുങ്ങുന്നു. ഉപന്യാസ മത്സരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഇന്നു മുതൽ, അതായത് ജൂൺ 1 മുതൽ 30-ാം തീയതി വരെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉപന്യാസം എഴുതി അയക്കാവുന്നതുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നയം പുനർവചിക്കുന്നു എന്ന വിഷയത്തിലാണ് ഉപന്യാസം സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല, വിജയികളാകുന്ന ആദ്യ 3 പേർക്ക് 10,000 രൂപ സമ്മാനമായി ലഭിക്കും. കൂടാതെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുങ്ങുകയുമുണ്ട്. അതുപോലെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ഭാരതത്തോടുള്ള വികാരം ഏറ്റവും മനോഹരമായി എഴുതാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഓരോ ഇന്ത്യക്കാരനും ഇതിന്റെ ഭാഗമാവുന്നത് കൂടി തന്നെ ഇതിലൂടെ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരിക്കൽ കൂടി പാകിസ്ഥാന് പരാജയം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കൊടുക്കുന്ന അവസരം കൂടിയാണ്. തീവ്രവാദത്തിന് മാത്രം കുടചൂടുന്ന രാജ്യത്തിന് ഐക്യം എന്താണ് എന്നും ദേശവികാരം എന്താണ് എന്നതും ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്ക് ആ ചുമപ്പ് നിറത്തിന്റെ ശക്തി എന്താണ് എന്ന് ഇന്ത്യ ശരിക്കും പാക് ഭീകരന്മാർക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ച സമയമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്ത്യയുടെ നാരീശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ സ്വന്തം നാശം വിതച്ചത്. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും വിജയകരമായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിൽ തീവ്രവാദികൾ രക്തം ചൊരിയുക മാത്രമല്ല, അവർ നമ്മുടെ സംസ്കാരത്തെ ആക്രമിക്കുകയും ചെയ്തു. അവർ നമ്മുടെ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു. തീവ്രവാദികൾ ഇന്ത്യയുടെ നാരീശക്തിയെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി തീവ്രവാദികൾക്കും അവരുടെ സ്പോൺസർമാർക്കും നാശമായി മാറിയെന്നും റാണി അഹല്യബായി ഹോൾക്കറിന്റെ 300-ാം ജന്മവാർഷികത്തിൽ പങ്കെടുക്കവേ അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ സായുധ സേന ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാനിലേക്ക് 100 കണക്കിന് കിലോമീറ്ററുകൾ തുളച്ചുകയറിയാണ് ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടത്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലുതും വിജയകരവുമായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ ഭാവിയിൽ തീവ്രവാദികളും അവരുടെ സ്പോൺസർമാരും കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഭീകരതയിലോടുള്ള നിഴൽ യുദ്ധം ഇനി അനുവദിക്കില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇനി അവരുടെ വീടുകൾക്കുള്ളിൽ പോലും ഞങ്ങൾ ആക്രമണം നടത്തും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തീവ്രവാദികളെ സഹിക്കുന്ന ആർക്കും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പീരങ്കി വെടിവെപ്പിലൂടെ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ ഇവിടുത്തെ അസിസ്റ്റന്റ് കമാൻഡർമാർ നേഹ ഭണ്ഡാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ BSF സംഘം 3 ദിവസത്തേക്ക് അക്നൂരിലെ തങ്ങളുടെ ഫോർവേഡ് പോസ്റ്റുകൾ എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്ന് എടുത്തു കാണിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അവർക്ക് ആ ഒരു അവസരവും ലഭിച്ചു. ഇന്ന് പ്രതിരോധത്തിൽ ഇന്ത്യയുടെ പെൺകുട്ടികളുടെ ശക്തി ലോകം കാണുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുകയും ഉചിതമായ മറുപടി നൽകുകയും ചെയ്തത് നമ്മുടെ BSF പെൺമക്കളായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.